കാർട്ടൂൺ പങ്ക്തി തുടങ്ങി 2 ലക്കം അല്ലെങ്കിൽ 3 ലക്കം കഴിഞ്ഞപ്പോൾ നിർത്തിയ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. മാതൃഭൂമിയുടെ ചിത്രഭൂമി, അതിൻ്റെ പത്രാധിപർ ഗോപി പഴയന്നൂരായിരുന്നു ഇൻചാർജ്. അപ്പോൾ ഞാൻ കാർട്ടൂൺ വരച്ചയച്ചു. ഇൻഡോർ ഔട്ട്ഡോർ അവസാന പേജാണ്. സിനിമാ താരങ്ങളുടെ പ്രസ്താവനകളെ കളിയാക്കി, സിനിമാ രംഗത്തുള്ളവരുടെ പ്രസ്താവനകളെ കളിയാക്കിയും ഇരട്ടത്താപ്പുകൾ വെളിച്ചത്ത് കൊണ്ടുവന്നും ഉള്ള കാർട്ടൂൺ പങ്ക്തിയാണ്. അതേ സാധനം ഞാൻ കാർട്ടൂൺ നമ്മുടെ കലാകുമുദിയുടെ ഫിലിം മാഗസിനിൽ വരച്ചിരുന്നു. അപ്പം ഇതയച്ചു കൊടുത്തു. നല്ല രസകരമായിട്ട് നല്ല രീതിയിൽ പ്രിൻ്റ് ചെയ്ത് വന്നു. 3 ലക്കം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് വന്നു. ക്ഷമിക്കണം ബാലു, MT വാസുദേവൻ നായർ സാറ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിട്ട് ചാർജ് എടുത്തു. മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ ചുമതല അദ്ദേഹത്തിനാണ്. അദ്ദേഹം പറയുന്നത് ഈ ഇൻഡോർ ഔട്ട്ഡോർ കാർട്ടൂൺ പങ്ക്തി ഇനി വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. പത്രാധിപരിങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെങ്കിലും പരാതി പറഞ്ഞു കാണും. കാരണം ശരിക്കും കളിയാക്കുകയാണല്ലോ കാർട്ടൂൺ. മുഖം വെട്ടിയൊട്ടിച്ച് മുഖഭാവത്തിനനുസരിച്ചുള്ള ഫോട്ടോ എടുത്ത് ഒട്ടിച്ചാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ തല വലുതും ഞാൻ ബോഡി ചെറുതും ഒക്കെ ആയിട്ടാണ് വരാം. അപ്പോൾ അതിനടുത്ത ആഴ്ച എനിക്ക് കോഴിക്കോട് പോകേണ്ടി വന്നു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ മാതൃഭൂമി ഓഫീസിൽ പോയി. MT സാറുണ്ടായിരുന്നു അന്നേരം. അപ്പോൾ ഞാൻ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ കാർട്ടൂണിസ്റ്റ് ബാലുവാണ്. ഇതിന് ചിത്രഭൂമിയിൽ കാർട്ടൂൺ അവസാന പേജിൽ വരയ്ക്കുന്നുണ്ടായിരുന്നു. സാറത് വേണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, എനിക്കെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് തന്നാൽ കൊള്ളാം. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായ ഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു, ബാലു, എൻ്റെ അടുത്ത് കുറേ പേര് പരാതി പറഞ്ഞു, സിനിമാ രംഗത്തുള്ളവർ ഞങ്ങളെ അങ്ങനെ കളിയാക്കി ഇങ്ങനെ കളിയാക്കി. അപ്പോൾ ഞാൻ അവരോട് എന്തു പറയും എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റേതായ ആ മുഴക്കമുള്ള ശബ്ദത്തിൽ, ഒരു കാര്യം ചെയ്യുക, സിനിമാ രംഗത്തുള്ളവരല്ലാതുള്ള സിനിമ കാർട്ടൂണുകൾ വരച്ചയക്കുക. ഞാൻ നോക്കട്ടെ, സ്ഥലം ഉണ്ടതിനനുസരിച്ച് ഞാൻ കൊടുക്കാം, ഫുൾ പേജ് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് ഒരു 4-5 കാർട്ടൂണുകൾ വരച്ചയച്ചു. അത് ഈ രണ്ടെണ്ണമായിട്ട് വരികയും ചെയ്തു. അതിന് പ്രതിഫലം തരികയും ചെയ്തു. പക്ഷേ ഞാൻ മടുത്തു. കാരണം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ കാർട്ടൂണുകൾ വന്നുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് പ്രൊമോഷൻ കിട്ടി ശാസ്താംകോട്ടയ്ക്ക് പോകുന്നതും. അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് ഞാൻ സേലത്തിനടുത്തുള്ള എടപ്പാടി ബ്രാഞ്ചിൽ പോവുകയാണ്. എടപ്പാടി ഈ റോഡ് ഇറങ്ങി ശങ്കഗിരി വഴി പോകണം എടപ്പാടി. അതൊരു 2 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ളൊരു പട്ടണമാണ്. അതിന് ചുറ്റുമെല്ലാം ഗ്രാമപ്രദേശം. അവിടെ ജോലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ബാങ്കിൻ്റെ സ്ഥിതി മഹാമോശമായി. ഇന്ത്യൻ ബാങ്ക് നഷ്ടത്തിലാണ്. അത് 3300 കോടി നഷ്ടം. അതിൻ്റെ MD-യെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ വന്ന ആകപ്പാടെ ഇന്ത്യൻ ബാങ്കിൻ്റെ സ്ഥിതി മോശം. അവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാവി ഇരുട്ടിലാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് നോക്കി. അപ്പം ഈ തമിഴ്നാട്ടിലോട്ട് ചെല്ലുന്ന മലയാളികളെ അവരവിടെ വിടത്തില്ല. എന്തുകൊണ്ടോ അവർ പറയുന്നത് അവർ കൂടുതൽ സിൻസിയറാണ്. അതുകൊണ്ട് അവർ പിന്നെ പല ഫ്രോഡുകളും അവർ കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞങ്ങൾ വിടത്തില്ല. ഒരു 5 കൊല്ലെങ്കിലും കഴിയണം അവിടെ നിന്ന് പോരാൻ. അപ്പം ഞാനവിടെ 2000-ൽ ചെന്നു. 2001 ആയപ്പോഴത്തേക്ക് ബാങ്ക് ഒരു ഗോൾഡൻ ഷേക്ക് ഹാൻഡ് പരിപാടി ഏർപ്പാടാക്കി. അപ്പം ഞാൻ അവിടെയും ഭാര്യയും മക്കളും ഇവിടെയും. മക്കളിവിടെ പഠിക്കുന്നു. മോള് 9-ലും മോൻ 6-ലും. വൈഫ് കാനറ ബാങ്കിൽ ജോലിയാണ്. അപ്പം അതിനിടയ്ക്കാണ് വൈഫിന് അസുഖം വന്ന് യൂട്രസ് റിമൂവലൊക്കെ വന്നു. അപ്പോൾ അതിൻ്റേതായ മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും, മക്കളുടെ പഠിത്തം, അവരെ എങ്ങനെ നല്ല രീതിയിൽ പഠിക്കണമല്ലോ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് 12 വർഷം ബാക്കിയുള്ളപ്പോൾ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് VRS എടുത്തിങ്ങ് പോന്നു. ഇവിടെ വന്നിട്ട് കാർട്ടൂൺ വരച്ച് അടിപൊളിയായിട്ട് നടക്കാം എന്നൊക്കെ വിചാരിച്ചാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നതോടുകൂടി കാർട്ടൂൺ പ്രസിദ്ധീകരണത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു. ഒന്നാമത്തെ കാര്യം, പഴയ ബാലുവിൻ്റെ സിഗ്നേച്ചർ കാണുമ്പം
ഈ ഇപ്പോഴത്തെ ഈ പഴയ സിനിമ സംവിധായകരുടെ സിനിമ ഇപ്പോൾ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. ഇയാളൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഇപ്പോൾ സി ബി മലയിലായാലും പ്രിയദർശനായാലും ബാലേന്ദ്രമേനോനായാലും അവരായാലും ഒരു പുതിയ പടം പിടിക്കുന്നു പറയുമ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ വലിയ താല്പര്യമില്ല. കാരണം കാണാനുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ചില പത്രാധിപന്മാർക്ക് ഞാൻ കാർട്ടൂൺ അയച്ചിട്ട് അത് നിഷ്കരണം അവർ തിരിച്ചയച്ചു. അപ്പോൾ പിന്നെ ആൾ മാറാട്ടമാണ് നല്ലത്. ഞാൻ കലാകുമതി വീക്കിലേക്ക് ഞാൻ ബാലു അന്ന് പറയാതെ പരലോകം എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ പങ്ക്തി വരച്ചയച്ചു. 3 കോളമുള്ള സ്ട്രിപ്പാണ്. അത് ഇത്തിരി കയ്യക്ഷരമൊക്കെ മാറ്റി ഒരു ഒ വിജയൻ സ്റ്റൈലിലൊക്കെ വരച്ചയച്ചു. അടുത്ത ആഴ്ച മുതൽ അത് വന്നു തുടങ്ങി. ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാണ്. ഒരു 5-6 ലക്കം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പി സുജാതനാണ് അതിൻ്റെ ചുമതലയുള്ള NRS ബാബുവിനോട് പറഞ്ഞത്, ഇത് നമ്മുടെ പഴയ ബാലുവാണ്, നമ്മളെ എല്ലാം പറ്റിച്ചതാണ് എന്ന് പറഞ്ഞു. ആ കാർട്ടൂൺ പങ്ക്തി കുറേ നാൾ കണ്ടിന്യൂ ചെയ്തു. 2 വർഷം 2.5 വർഷം. പ്രതിഫലമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു 50 രൂപ 100 രൂപ അയച്ചു തരും. പ്രതിഫലം അല്ലല്ലോ, നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് വേണമല്ലോ. ആ കൂട്ടത്തിൽ തന്നെ ചിത്രഭൂമിയിലേക്ക് ഞാൻ ഇൻഡോർ ഔട്ട്ഡോർ പഴയ രീതിയിൽ തന്നെ ഒരു 3 കോളം കാർട്ടൂൺ വരച്ചയച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ കുറേ കഴിയുമ്പോൾ മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. പിന്നെയാണ് ഞാൻ മനോരമ പത്രത്തിൻ്റെ പഠിപ്പുര പേജിലേക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം, കാരണം വേറിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, എങ്കിലേ പത്രാധിപന്മാർ നമ്മളോട് സഹകരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ തലപുകഞ്ഞ് ആലോചിച്ച് കാവ്യാലങ്കാരം, കാർട്ടൂൺ അലങ്കാരം, അതിനെപ്പറ്റിയൊരു ഭാഷാഭൂഷണമൊക്കെ വായിച്ച് ഒരു 5-6 കാർട്ടൂൺ വരച്ചിട്ട് പഠിപ്പുര പത്രത്തിലേക്ക് അയച്ചു. കാർട്ടൂൺ അലങ്കാരം, ഉപമ, ഉൽപ്രേക്ഷ, അർത്ഥാലങ്കാരം, ഈ രീതിയിലുള്ള അതിനെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഉപമയാണെങ്കിൽ തന്നെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, ഉപമ, അതാണ് അതിൻ്റെ ഇത്. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാകും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ പറയുക, ഉദാഹരണം പറയുക, അതിനെ പറ്റിയ ഒരു കാർട്ടൂൺ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഒരാൾ മുട്ടയടിച്ചിട്ട് നിൽക്കുന്നു, അയാളുടെ തലയിൽ സൂര്യപ്രകാശം വരുന്നു. അപ്പോൾ അപ്പുച്ചേട്ട തിളങ്ങുന്നു സൂര്യനെ പോലെ ചേട്ടൻ്റെ തല. അപ്പോൾ ആ രീതിയിലുള്ള കാർട്ടൂണായിരുന്നു. അത് അവൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏറ്റവും അവസാനം വന്നപ്പോഴത്തെ അതിശയോക്തി. അപ്പോൾ വേറെ തമാശയുള്ളത്, ഈ അലങ്കാര കാർട്ടൂണുകൾ ശരിയാണോ? എനിക്ക് മലയാളം മീഡിയം ഞാൻ ഹിന്ദി മീഡിയമായിരുന്നു, മലയാളം മീഡിയം. അപ്പോൾ ഞാൻ വരച്ച കാർട്ടൂണുകൾ കൊണ്ട് ഞാൻ കുറേ മലയാള അധ്യാപകരെ, സ്കൂളിലെയും കോളേജിലെ അധ്യാപകന്മാരെ കൊണ്ട് കാണിച്ചിട്ട് അവർക്കൊന്നും ഇത് തിരുത്താനുള്ള, അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, അത്യാവശ്യം ഉപമ ഉൽപ്രേക്ഷയൊക്കെ അറിയാമെന്നല്ലാതെ പഠിച്ചെന്നല്ലാതെ ഇപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല. അപ്പം സോമനാഥൻ സാറ് മലയാളം പ്രൊഫസറാണ് കൊല്ലം SM കോളേജിൽ. അപ്പോൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് അദ്ദേഹമാണ് ഇതിനകത്ത് കുറേയധികം തിരുത്തി എനിക്ക് അയച്ചു തന്നു. ആ രീതിയിൽ ഞാൻ ഡയലോഗ് മാറ്റി, പടം വരെ മാറ്റി അത് അയച്ചു കൊടുത്തു. അത് പബ്ലിഷ് ചെയ്തു. അതെനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം അതിശയോക്തി വന്നപ്പോഴത്തേക്ക് കുറേ അതിശയോക്തിയുണ്ട്. അപ്പോൾ പിള്ളേരെ വരച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണമല്ലോ. അപ്പോഴത്തേക്ക് സോമനാഥൻ സാറിന് അസുഖമൊക്കെ വന്ന് അദ്ദേഹം ക്യാൻസറിന് വിധേയനായി. അദ്ദേഹത്തിന് സമയമില്ലാതായിപ്പോയി. അപ്പോൾ ഞാൻ വിഷമത്തോടു കൂടി അതങ്ങ് നിർത്തി, ആ പങ്ക്തി കാർട്ടൂൺ അലങ്കാരം എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അലൻ മൊയർ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ കാർട്ടൂണിസ്റ്റ് കേരളത്തിൽ വന്നായിരുന്നു. അപ്പോൾ സുന്ദർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് വഴിയാണ് അദ്ദേഹം കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലൊരു കാർട്ടൂൺ ക്ലാസ് ഉണ്ട്, 10 എണ്ണം ഉള്ളതാണ്, 10 ലക്കത്തിൽ അവസാനിക്കുന്ന കാർട്ടൂൺ ക്ലാസ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് മലയാളത്തിലാക്കി മനോരമ പത്രത്തിലേക്ക് കൊടുക്കട്ടെ, കുട്ടികൾക്ക് വേണ്ടിയാണ്. പിന്നെന്താ? അപ്പോൾ ഞാൻ ചോദിച്ചു, കാശ് വല്ലതും വേണം? ഒരു കാശും വേണ്ട, നിങ്ങളത് ശരിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനത് അലൻ മൊയറിൻ്റെ കാർട്ടൂൺ ക്ലാസ് അത് റെഡിയാക്കി അതിനകത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനും പ്രതിഫലം കിട്ടി. അലൻ മൊയർ വേറെ കാര്യം കൂടി ചെയ്തു. പഠിപ്പുര കുട്ടികൾക്ക് വേണ്ടി ഒരു കത്തും അദ്ദേഹം എഴുതി, ഡിയർ പഠിപ്പുര ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ്, ഐ എം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് മൈ കാർട്ടൂൺ ക്ലാസ് ഇൻ ദിസ് ഫീച്ചർ പേജ് എന്നൊക്കെ പറഞ്ഞ്. അത് മനോരമ മാത്യൂസ് വർഗീസ് സാറായിരുന്നു അന്ന് എഡിറ്റർ. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അലൻ മൊയറുടെ പങ്ക്തി തീർന്നപ്പോൾ മാത്യൂസ് വർഗീസ് സാർ എനിക്കൊരു കത്തയച്ചു. അതൊരിക്കലും മറക്കില്ല. കാരണം അലൻ മൊയറുടെ ഈ കാർട്ടൂൺ പങ്ക്തി
പഠിപ്പുര കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആശയത്തിന് ഞങ്ങൾ ഫുൾ A+ മാർക്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ട് നല്ല പ്രതിഫലവും എനിക്ക് തന്നു. കാർട്ടൂണുകൾ അയക്കുമ്പം കൊറോണ വന്നതോടുകൂടി പേജിൻ്റെ എണ്ണം കുറച്ചു, വെളിയിൽ നിന്നുള്ള കാർട്ടൂണുകളുടെ എണ്ണം കുറച്ചു. വൈഫ് ഭാര്യ ഷൊർണൂർ കാനറ ബാങ്കിൽ ജോലി ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ താമസിക്കുക, മക്കൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ പാലക്കാട് എഡിഷനിൽ എൻ്റെ കാർട്ടൂണുകൾ സാമൂഹിക കാർട്ടൂണുകളാണ്. അപ്പോൾ അവിടുത്തെ 2ാമത്തെ പേജ് 3ാമത്തെ പേജ് ദേശവിശേഷം എന്നാണ്. അപ്പോൾ ലോക്കൽ വാർത്തകളെ പറ്റിയുള്ള കാർട്ടൂണുകൾ. അപ്പോൾ ഞാൻ മാത്യു വർഗീസ് സാറിനോട് ചോദിച്ചു, സാറേ എങ്ങനെ ഷൊർണൂരാണ്, ചുമ്മാ ഇരിക്കുവാണ്, എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, നിങ്ങൾ പാലക്കാട് ബ്രാഞ്ചിൽ പോയി ജോയി തിരുമലവരം എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിനെ പോയി കാണുക, അപ്പോൾ അദ്ദേഹം സഹായം ചെയ്യും എന്ന് പറഞ്ഞാണ്. സഞ്ജയ് ചന്ദ്രശേഖർ അദ്ദേഹം ഉണ്ട് അവിടെ. അപ്പോൾ വരച്ച് കൊടുക്കുക, അവർ കൊടുത്തോളും. അവിടെ കൊടുത്ത് വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ എന്നെ വിളിച്ച് പറയും, ബാലു സാറേ ഇങ്ങനെയൊരു വാർത്ത വന്നിട്ടുണ്ട്, എന്തെങ്കിലും കാർട്ടൂൺ വരച്ച് അയക്കുക. അപ്പോൾ ആശയം വിളിച്ച് പറയും, ന്യൂസ് വാർത്തകൾ വിളിച്ച് പറയും, എന്നിട്ട് ഒരു 9 മണിക്കകം കാർട്ടൂൺ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് വരച്ചയക്കുക. പിറ്റേ ദിവസം രാവിലെ പത്രം എടുക്കുമ്പോൾ ഈ കാർട്ടൂൺ കാണുക, എന്തൊരു സന്തോഷമെന്നറിയാമോ. ഒരിക്കൽ ഞാൻ സിനിമയ്ക്ക് കയറി, ഒരു 6:30 ആയപ്പോഴാണ് കയറി, അതൊരു വാർത്തയൊന്നും കിട്ടാഞ്ഞിട്ട്. ഒരു 7:30 ആയപ്പോൾ എനിക്ക് ഫോൺ വന്നില്ല, മനോരമ ഓഫീസിൽ നിന്ന്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്നപ്പോൾ പറഞ്ഞു, ശർക്കര നിരോധിക്കുന്നു പാലക്കാട് ജില്ലയിൽ, അത് കള്ളവാറ്റിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ്. ശർക്കരയല്ല ചക്കര. അപ്പോൾ ഞാൻ അന്നേരം പടം കഴിയുമ്പോഴത്തേക്ക് 8-9 മണിയാവും. പിന്നെ വെളിയിലിറങ്ങി ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെന്ന്, അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് അയച്ചാലും മതി, ഫോട്ടോസ്റ്റാറ്റല്ല അതെ ഫോട്ടോസ്റ്റാറ്റ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ അവിടുന്ന് പേപ്പർ മേടിച്ച്, അപ്പം അവിടെ ചില ഐറ്റങ്ങൾ വിൽക്കുന്ന കട കൂടിയാണ്. അപ്പോൾ അതിന് സ്കെച്ച് പെന്നും മേടിച്ചു, കറുത്ത സ്കെച്ച് പെന്നും മേടി, പെൻസിൽ സ്കെച്ചൊന്നും ഇല്ലാതെ 2 കാർട്ടൂൺ വരച്ചയച്ചു. ഒന്നാമത് പ്രേമലേഖനം എഴുതുമ്പോൾ ഇനി മേലെ ചക്കര എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ ആ രീതിയിലുള്ള 2 കാർട്ടൂൺ വരച്ച് ഫാക്സ് ചെയ്തു. ഭാഗ്യം പിറ്റേ ദിവസം രാവിലത്തെ പത്രത്തിൽ 2 കാർട്ടൂണും വന്നിട്ടുണ്ട്. ഒന്നിന് പകരം 2 കാർട്ടൂണും വന്നു. അവർ ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുക്കട്ടെ എന്ന് വെച്ച് കൊടുത്തതാണ്. ആ 2 കാർട്ടൂണുകളും വന്നു വാർത്തയുടെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെയാണ് ഈ കൊറോണ വന്നു, പത്രങ്ങളുടെ പേജിൻ്റെ എണ്ണം കുറഞ്ഞു, പുറത്തു നിന്നുള്ള കാർട്ടൂൺ വേണ്ടാന്ന് പറഞ്ഞു. മാത്യു വർഗീസ് സാർ തന്നെ പറഞ്ഞു, ബാലു ഞങ്ങളുടെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഞങ്ങൾ കാർട്ടൂൺ വരപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ മാർഗം? അപ്പോൾ ഞാൻ പിന്നെ പതുക്കെ ഷോർട്ട് ഫിലിം പിടിച്ചാലോ എന്ന് ആലോചിച്ചു. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് സിദ്ദിഖ് പറവൂർ, പിന്നെ VK ബിജു, നമ്മുടെ 2 പേരും പറവൂർക്കാരാണ്. അവർ പിടിക്കുന്ന 1-2 ആർട്ട് ഫിലിമിൽ അഭിനയിച്ചു. ജീവൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ് സിദ്ദിഖിൻ്റെ പറവൂരിൻ്റെ പടം, കണ്ണാളൻ എന്നുള്ള ബിജുവിൻ്റെ പടം ഒക്കെ അഭിനയിച്ച് ഇന്നപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ഷോർട്ട് ഫിലിം പിടിച്ചാലോ. ഞാനൊരു ഷോർട്ട് ഫിലിം പിടിച്ചതാണ് ഫോൺ കോൾസ് എന്ന് പറഞ്ഞാൽ ഒരു 19 മിനിറ്റ് വരുന്നൊരു ഷോർട്ട് ഫിലിമാണ്. അതിന് ഒറ്റ നായികയേ ഉള്ളൂ. നായികയ്ക്ക് വരുന്ന ഫോൺ കോളിലൂടെ അപ്പോൾ 19 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം ഞാൻ പിടിച്ചു. തിരക്കഥ, സംഭാഷണം, സംവിധാനം ഞാൻ, നിർമ്മാണവും ഞാൻ. അപ്പോൾ എന്നെ ഒരു സുഹൃത്ത് അഞ്ചുമണിയുള്ള കൃഷ്ണാനന്ദമൂർത്തി എന്നെ കാര്യമായി സഹായിച്ചു. ഒരു നായികയ്ക്ക് വരുന്ന ഫോൺ കോളിൽ കൂടെ കഥ. അപ്പോൾ ഞാനും എൻ്റെ മോനും സുഹൃത്തുക്കളൊക്കെയാണ് ഡബ് ചെയ്തത്. ഫോൺ കോൾസ് വരുന്ന കോളുകൾക്ക് ശബ്ദം കൊടുത്തത് ഞങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൺഗർഭം എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ നമ്മുടെ സിദ്ദിഖിൻ്റെ വേറൊരു സിനിമയിൽ, അതിന് പേരിട്ടിട്ടില്ല, അതിനും അഭിനയിച്ചിട്ടുണ്ട്. മർച്ചൻ്റ് ഓഫ് ഡ്രീംസ് എന്നാണ് എൻ്റെ പേര്, സ്വപ്നത്തിൻ്റെ വിൽപ്പനക്കാർ. അപ്പോൾ അതിന് അഭിനയിച്ചു. പിന്നെ എന്നെ നായകനാക്കി ഒരു 10 മിനിറ്റ് 11 മിനിറ്റുള്ളൊരു ഷോർട്ട് ഫിലിം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ബാലു ഇൻ ദ സർക്കിൾ എന്നാണ് അതിൻ്റെ പേര്. സംവിധാനം ചെയ്തത് പല സിനിമകളുടെയും അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ജിഷ രാജനാണ്. അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ്, സുനാമി, പാലും പഴവും, സീക്രട്ട്, ഇങ്ങനെ കുറേ പടങ്ങളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. അവരെന്നെ തിരക്കഥ എഴുതി ഞാൻ അഭിനയിച്ച പടമാണ്. അതുടനെ യൂട്യൂബിൽ വരും, ബാലു ഇൻ ദ സർക്കിൾ. അപ്പോൾ എൻ്റെ പടം ഫോൺ കോൾ, അതൊന്ന് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് കാണാം, യൂട്യൂബിലുണ്ട്. ബാലു രാധാപുരം എന്നാണ് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. രാധാപുരം ഞങ്ങൾ പണ്ട് വിറ്റുപോയ റബ്ബർ എസ്റ്റേറ്റിൻ്റെ പേരാണ്.
ബാലു രാധാപുരം യൂട്യൂബിൽ കാണാം. അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത്രയും എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.